ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് പാർട്ട് 4 എടുത്താലോ. സുധാമൂർത്തിയുടെ ഹൗ ദ ഒനിയൻ ഗോട്ട് ഇറ്റ്സ് ലെസ് എന്നുള്ള ഈ ബുക്കിൻ്റെ പാർട്ട് 4. ഓക്കെ, നമുക്കിപ്പോൾ വായിക്കാം. Chapter 4. From then on, Beena woke up each morning to find an extraordinary new sari or dress laying ready by her bed. It was a dream come true for her. അന്ന് തൊട്ട് ബീന എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു സാരി ഫുള്ള് റെഡി ആയിട്ട് അവളുടെ ബെഡിൽ കിടക്കുന്നതായിരുന്നു കണ്ടിരുന്നത്. ഒരു ഡ്രീം കം ട്രൂ ആയിരുന്നു അതിന്. ബീന എൻജോയ്ഡ് ഹെർസെൽഫ് നോ എൻഡ്, carefully choosing matching earrings and bangles and shoes to go with her clothes. Everyone kept telling her how pretty she looked. അത് അന്ന് തൊട്ട് ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു, ഒരു എൻഡും ഇല്ലാതെ. പക്ഷെ കെയർഫുള്ളി ഇങ്ങനെ അതിനുള്ള കമ്മലും മാലയും വളയും ഷൂസും ഒക്കെ നോക്കി ഇങ്ങനെ എടുക്കുമായിരുന്നു. എന്നിട്ട് എല്ലാവരും പറയാം എന്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നു ബീനനെ കാണാനെന്ന്. ഇതാണത് മാലയും കമ്മലും. ബീന ഡ്രസ്സ് ഇടാൻ വേണ്ടി കമ്മലൊക്കെ ഇടുന്നു. ഇതൊക്കെ ഉണ്ട്. But the excitement died down after a few months when Beena sashayed in her wearing yet another fantastic dress. ആ എക്സൈറ്റ്മെൻറ്റ് കുറച്ചാൾ കഴിഞ്ഞിട്ട് അങ്ങ് നിന്നു. ആ ഫുൾ സാഷ് ഇങ്ങനെ ഫുൾ ഇങ്ങനെ നല്ല രസമുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പിന്നെ ആൾക്കാർക്ക് എന്താ പറഞ്ഞു ഇതെന്താ അത്രയ്ക്കും ഇതായിരുന്നു, എന്താ ബ്യൂട്ടിഫുള്ളായിട്ട് ഇതായിരുന്നു. Oh, it's a goddess gift, they all said. It's not something you or I can ever have, her friends sighed as they shrugged and went their way. ഇത് ദേവിയുടെ ഗിഫ്റ്റാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു. ഇതൊക്കെ നിനക്കോ അല്ലേ എനിക്കോ ഒന്നും വരാത്തൊരു ഭാഗ്യം. അങ്ങനെയാണ് അവളുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോയത്. ബീന ഗ്രൂ സാഡ്. ബീനയ്ക്ക് നന്നായിട്ട് വിഷമമായി. One day, while walking near the river, she noticed a girl wearing a simple cotton saree. ബീന പുഴയുടെ അരികെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ഒരു പെങ്കൊച്ചിനെ കണ്ടു. ഒരു സിമ്പിളായിട്ടുള്ള ഒരു കോട്ടൻ്റെ സാരി എടുത്തിരിക്കുന്ന ഒരു കൊച്ച്. There was something about the way the girl walked and how attractive she looked that made everyone turn and stare. എന്തോ ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്, എന്തോ എൻ്റെ നടക്കുന്ന വേ ഒത്തിരി അട്രാക്ഷൻ കൂട്ടിയായിരുന്നു ചെയ്തത്. എല്ലാവരും അതിൻ്റെ അകത്തേക്ക് നോക്കുമായിരുന്നു. Beena noticed people admiring her. She became jealous because no one noticed her beautiful clothes any longer. Yet they had such praise for the simply dressed girl. ബീനയ്ക്ക് നന്നായിട്ട് ജലസിയായി. എല്ലാവരും ബീനേനെ ഇനി നോക്കുന്നതുമില്ല, പക്ഷെ ഒരു സിമ്പിളായിട്ട് ഡ്രസ്സ് ഇട്ടിരിക്കുന്ന കുട്ടീനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നു. ഇതാണ് ആ ഡ്രസ്സ്, ബീനയുടെ വിഷമിച്ചിരിക്കുന്ന മുഖം. ഇതാണ് ആ കുട്ടി എല്ലാവരും നോക്കുന്നു. അതിനെ കുട്ടി സിമ്പിൾ ഡ്രസ്, കോട്ടൺ പിങ്ക് ഡ്രസ്. She forgot all about the goddess's warning. She went up to the god and said, ദേവിയുടെ ഇതൊക്കെ ഫുള്ള് വാർണിങ്ങും കണ്ടീഷനൊക്കെ മറന്നിട്ട് ബീന ആ കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, Will you take my clothes and give me your sari in return? It's so lovely that people can't even take their eyes off it. നീ എൻ്റെ ഉടുപ്പ് എടുത്തിട്ട് നിൻ്റെ സാരി ഒന്ന് എനിക്ക് തരാമോ? നിൻ്റെ ഉടുപ്പ് ഭയങ്കര സൂപ്പർ നല്ല ഉടുപ്പാണ്, എല്ലാവരും അതിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. The girl was astonished. A famous princess is offering to take my sari and give her marvelous dress in exchange. I cannot believe it. It is my luck. ആ ഗേൾ ഇങ്ങനെ എന്നൊക്കെ വെച്ചിട്ട് പറഞ്ഞു, ഇത്രയും ഫേമസ് ആയിട്ടുള്ളൊരു പ്രിൻസസ് എൻ്റെ സാരി, എൻ്റെ ഒരു ഡിസൈൻ അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാരി എൻ്റെത് ആ പ്രിൻസസിൻ്റെ ഭയങ്കര സൂപ്പറായിട്ടുള്ള ഉടുപ്പിന് വേണ്ടി എക്സ്ചേഞ്ച് ആയിരുന്നു. ഇതെൻ്റെ ലക്ക് തന്നെ എന്ന് ആ ഗേൾ ഓർത്തു.
The girl bowed down and said, "Of course, Your Highness, I will give you my sari." ഗേൾ ഇങ്ങനെ കുനിച്ചിട്ട് പറഞ്ഞു, എന്തായാലും തരാം, ഓഫ് കോഴ്സ്, ശരി ഞാൻ തരാം, എന്താ ആ ഞാൻ തരാം യുവർ ഹൈനസ് എന്നൊക്കെ, എന്താ പ്രിൻസസ് ഞാൻ എൻ്റെ സാരി തരാമെന്ന്. ദേ സീൻ, സാരി കൊടുക്കുന്നു, ഡ്രസ്സ് കൊടുക്കുന്നു. As soon as Beena wore the girl's sari, there was a flash and a bang. ആ കുട്ടിയുടെ സാരി എന്താ ബീന ഉടുത്തപ്പോഴത്തേക്കിന് ഒരു ഫ്ലാഷ്, ഒരു എന്താ ഭയങ്കര ഇങ്ങനെ ഒരു ബാങ് എന്ന് പറയുന്നൊരു സൗണ്ട് ഇല്ലേ, അതും എന്താ വന്നു. Her surroundings changed and she found herself transported deep inside the forest in front of the goddess. സറൗണ്ടിങ്സ് ഫുള്ള് മാറി. ബീൻ എന്നിട്ട് നോക്കിയപ്പോഴത്തേക്കിന് എന്താ ആ ഫോറസ്റ്റിൽ ദേവിയുടെ മുമ്പിൽ നിൽക്കുന്നു. ഇതാണ് ആ പേജ് കണ്ടോ. ബീൻ എവിടെ നിൽപ്പുണ്ട്, ദേവി നല്ല ആംഗ്രി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇത്രേ ഉള്ളത്. ഇവിടെ വേറെ എണ്ണം കൂടെ ഉണ്ട്, ദേവി ഇങ്ങനെ പറഞ്ഞിട്ട് ദേശത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഇനി എന്താണ് ശിക്ഷ എന്നറിയാൻ വേണ്ടിയിട്ട് ചാപ്റ്റർ 5 കാണാം. ഓക്കെ, ടാറ്റാ.